ഇനി ആലപ്പുഴയിലേക്കാണ് ഷാജഹാൻ തയ്യാറായിട്ടുണ്ട്. ഷാജഹാൻ, നിലവിലൊരു സ്ഥിതി എങ്ങനെയാണ്? ജില്ലയിൽ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണോ? ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായിരുന്നത് ആരതി. എന്തായാലും ഇപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചേർത്തല, ആലപ്പുഴ, അതോടൊപ്പം തന്നെ അരൂര് ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കുട്ടനാട്ടിലും രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അല്പസമയം ഇടയ്ക്ക് നേരിയ തരത്തിൽ ചോർച്ച ഒഴിച്ചിലെത്തിക്കഴിഞ്ഞാൽ ശക്തമായ മഴയാണ്. ആലപ്പുഴ ജില്ലയിലും കഴിഞ്ഞ ദിവസം രാത്രി കാറ്റും മഴയും ശക്തമായിരുന്നു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, മരങ്ങൾ വീണു. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആരുടെയും എടുത്തു പറയത്തക്ക തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കായംകുളം പ്രദേശത്തിൻ്റെ തീരദേശ മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ആകാശം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് മഴ പെയ്തിരുന്നു. ഇപ്പോൾ നേരിയ തോതിൽ മഴ തോർന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ജില്ലയിൽ പൊതുവെ റെഡ് അലർട്ടാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ശക്തമായിട്ടുള്ളൊരു മഴ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ആദ്യം ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഓറഞ്ച് അലർട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലാണ് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ നമ്മൾ കാണേണ്ടത്.